നന്ദി പറയാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, വചന ശുശ്രൂഷ കഴിയുന്നതുവരെ ഇനി ആരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതല്ല. അപ്പോൾ നമുക്ക് രൂപാന്തരീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. രൂപാന്തരീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് എന്ത് ചെയ്യുമ്പോഴാണ് രൂപാന്തരീകരണം സംഭവിക്കുന്നത്? വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴല്ല രൂപാന്തരീകരണം സംഭവിക്കുന്നത്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ല രൂപാന്തരീകരണം സംഭവിക്കുന്നത്. എന്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്? കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ മഹത്വം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ മഹത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട്, നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും പിറകിലുള്ള ശക്തി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ്. അതായത് കർത്താവിനെ ആസ്വദിക്കാൻ, കർത്താവിന്റെ മഹത്വത്തെ ആസ്വദിക്കാൻ, അത് കണ്ടുകൊണ്ടിരിക്കാൻ, അത് കേട്ടുകൊണ്ടിരിക്കാൻ, വിശ്വസിച്ചു കൊണ്ടിരിക്കാൻ, പ്രത്യാശിച്ചു കൊണ്ടിരിക്കാൻ, സ്നേഹിച്ചു കൊണ്ടിരിക്കാൻ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ, സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ, സഹിച്ചുകൊണ്ടിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതാണ് പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ദൈവമഹത്വത്തെ കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും പള്ളിയിലേക്ക് എഴുന്നേറ്റ് ഓടി വരാനും, ഇത്ര ചൂടുള്ളപ്പോഴും മഴയുള്ളപ്പോഴും വണ്ടിയുള്ളപ്പോഴും വണ്ടിയില്ലാത്തപ്പോഴും ഒക്കെ കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരാൻ, പരീക്ഷ ഉള്ളപ്പോഴും പരീക്ഷ ഇല്ലാത്തപ്പോഴും, റിസൾട്ട് വരുമ്പോഴും വരാത്തപ്പോഴും, ും തോക്കുമ്പോഴും കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരാൻ നമുക്ക് പ്രചോദനമാകുന്നത്, ശക്തിയാകുന്നത് പരിശുദ്ധാത്മാവാണ്. കൈയടിച്ച് നന്ദി പറയാം. ഇനി നമ്മൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ മാറിക്കോളും. നോ. ആ രൂപാന്തരീകരണത്തിന്റെ പ്രക്രിയയും നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമല്ല. നമ്മൾ കൈ പൊള്ളണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തീ പിടിച്ചാ മതി, അല്ലേ? പോരെ? തീയിൽ പിടിച്ചതിന് ശേഷം കൈ പൊള്ളാൻ വേണ്ടി വേറെ ആരും സഹായിക്കണോ? കൈ പൊള്ളട്ടെ എന്ന് വേറെ ആരെങ്കിലും പറയണോ? പിടിച്ചാ മതി, പൊള്ളിക്കോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കാലത്ത് നമ്മുടെ കറണ്ടിന്റെ ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോ ഞങ്ങളൊരു പ്ലഗ് ഇങ്ങനെ ഊരി, ഇൻവെർട്ടറിൽ നിന്നുള്ള പ്ലഗ് ഊരി. അച്ഛൻ അത് ഊരിയിട്ട് സണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തു. സണ്ണിച്ചേട്ടൻ അത് പിടിച്ചു. അച്ഛൻ നല്ല ശരിയായിട്ട് മറ്റേ ഊരാൻ പറ്റുന്ന, പിടിക്കാൻ പറ്റുന്ന ഭാഗത്താണ് അച്ഛൻ പിടിച്ചോണ്ടിരുന്നത്. അച്ഛൻ കൊടുത്തത് മറ്റേ ഭാഗമാണ്. അപ്പോൾ ബാക്കി ഊഹിച്ചാൽ മതി. അപ്പൊ കാലത്തുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണോ ഷോക്ക് അടിച്ചത്? അല്ല, ഷോക്ക് അടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് നൽകുന്ന രൂപാന്തരീകരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം നമ്മൾ രൂപാന്തരപ്പെടില്ല. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം നമുക്കൊന്നും സംഭവിക്കില്ല. ചില ആളുകൾ എന്തോരം നാളായി കേൾക്കണം, ഇല്ലേ?
എന്തോരം നാളായി കാണുന്നു. കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും മാത്രം രൂപാന്തരീകരണം സംഭവിക്കാത്തതിന്റെ നമ്മൾ വിചാരിക്കില്ലേ, എത്ര നാളായി ഞങ്ങൾ കേൾക്കുന്നു, എത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്തേ ഹൃദയത്തിന് മാറ്റം സംഭവിക്കാത്തത്? അത് പ്രിയപ്പെട്ടവരെ, ആ പ്രവൃത്തി ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. കൈയടിച്ച് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രൂപാന്തരീകരണം എന്നൊരു സംഭവം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ഇതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഇതിന്റെ ഇടയിൽ വേറൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറഞ്ഞ് ഈ രൂപാന്തരീകരണം ഞങ്ങളിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ത് മാറ്റമുണ്ടാകും? നമ്മൾ പറഞ്ഞു, നമ്മൾ രൂപാന്തരപ്പെട്ട് നമുക്ക് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു? ദൈവമഹത്വം ലഭിക്കുമെന്ന് പറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ ദൈവമഹത്വം ലഭിക്കുമെന്ന് ഉള്ള ഒരു കാര്യം അതൊരു പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യമാണ്, ആണോ? അത് ഉള്ളിൽ സംഭവിക്കുന്നതും ആത്മാവിൽ അനുഭവിക്കുന്നതുമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമഹത്വം അനുഭവിക്കുക എന്ന് പറയുന്നത് അത് കയ്യിലും കാലിലും അനുഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് അന്തരാത്മാവിൽ അനുഭവിക്കുന്നതും ആത്മാവ് ആസ്വദിക്കുന്നതും ആത്മാവിൽ വരുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ബാഹ്യമായി എന്ത് അടയാളം, എന്ത് ലാഭം നമുക്കുണ്ടാകും? ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളിൽ ഒരു പരിശുദ്ധാത്മ നവീകരണം, ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ പ്രത്യക്ഷത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്നതിന്റെ ഒരു 12 കാര്യങ്ങളാണ് ചെറിയ സമയത്തിനുള്ളിൽ വളരെ വേഗത്തിൽ അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ യാത്രയ്ക്ക് നമുക്ക് ഒരുങ്ങാം. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ നേരത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അച്ഛൻ ആദ്യമേ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ് അതുപോലെ CBSE ഇവിടെയൊക്കെ എല്ലാത്തിൻ്റെയും റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് ലഭിച്ച എല്ലാവരും, ഞങ്ങൾക്ക് ലഭിച്ചത് നല്ല റിസൾട്ടാണ് എന്ന് ബോധ്യമുള്ള മക്കൾ ഇവിടെ ഇരിക്കുന്നവരൊന്ന് കൈവക്കി. കുറച്ച് ശരിക്കും നോക്ക്, അച്ഛൻ കാണട്ടെ. യെസ്, അവരെല്ലാവരെയും യേശുനാമത്തിൽ അഭിനന്ദിക്കുന്നു. കൈയടിച്ച് കർത്താവിന് പറഞ്ഞു പറയാം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആരംഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് നമുക്കൊരു രൂപാന്തരീകരണം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്നാമത്തെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അതായത് നമുക്കൊരു പുതിയ ജനനം, ഒരു ന്യൂ ബർത്ത് ലഭിക്കുന്നു എന്നതാണ്. കൈയടിച്ച് നന്ദി പറയാം. ഈ ന്യൂ ബർത്ത് എന്ന് പറയുന്നത് അതും എന്താണ്? ഈ പുതിയ ജനനം എന്താണ്? ഞാൻ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു വചനം എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. യോഹന്നാൻ 3:5 എഴുതി വെക്കുന്നവർ എഴുതി വെക്കുക, ബൈബിൾ എടുക്കുന്നവർ ബൈബിൾ എടുത്ത് ഒരുമിച്ച് വായിക്കുക. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. വലതുകരം എഴുതി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യസ് 5:17. 1 കൊരിന്ത്യസ് 5:17.
17. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നത്? ഒരാൾക്ക് നമ്മുടെ തന്നെ പല രീതികൾ എടുത്താൽ മതി. ഒരാൾക്ക് ഈ പരിശുദ്ധാത്മ നവീകരണം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ നവീകരണം എന്ന വാക്ക് വളരെ പോപ്പുലറായത്. ചില ആളുകൾ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പോൾ. എന്താണ് ഈ നവീകരണം? നമുക്കറിയാം, ഒരു വ്യക്തിക്ക് മദ്യത്തോട് താല്പര്യമുള്ള ഒരാളായിരുന്നു, പുകവലിയോട് താല്പര്യമുള്ള ഒരാളായിരുന്നു. എന്താണ് ഈ താല്പര്യം എന്ന് ഉദ്ദേശിച്ചത്? മദ്യത്തോട് താല്പര്യം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നല്ല കുടിയനായിരുന്നു എന്ന്. ചെന്നിത്തിരി പോളിഷായിട്ട് പറഞ്ഞു എന്നുള്ളൂ. നല്ല മദ്യപാനിയായിരുന്നു, നല്ല കുടിയനായിരുന്നു, എല്ലാ ദിവസവും മദ്യപിക്കുകയും വഴക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം 3-4 പാക്കറ്റ് വീഡി ആയിക്കോട്ടെ, സിഗരറ്റ് ആയിക്കോട്ടെ വലിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ പുകവലി ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു. അതിനോടുള്ള താല്പര്യം മാറി, അതിനോടൊരു താല്പര്യമില്ലാതെയായി. കുടിക്കുന്ന ആളുകളെ കാണുന്നത് തന്നെ വെറുപ്പായി മാറി. പുകവലിയുടെ ഗന്ധം തന്നെ അസഹനീയമായി മാറി. കൈയടിച്ച് കർത്താവിന് നന്ദി. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഒരു പുതിയ ജനനം. അല്ലെങ്കിൽ ഇയാൾ തല്ലു പിടിക്കുന്ന, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അതെ, വഴക്ക് ഉണ്ടാക്കുന്ന ആളല്ലാതെയായി മാറി. സിനിമ കാണാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ സിനിമ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ എങ്ങോട്ടെങ്കിലും പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഒരു പുതിയ ഡ്രസ്സ് ഒക്കെ കിട്ടുന്നത് അന്വേഷിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഷോപ്പിംഗ് എന്ന് കേൾക്കുമ്പോ തന്നെ തലവേദനയായി മാറി. അങ്ങനെയൊക്കെ മാറും. കുടിയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമില്ല, പുകവലിക്കണ കാര്യം പറഞ്ഞപ്പോഴും വിഷമില്ല, ഷോപ്പിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ചിരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ സീരിയലൊക്കെ കാണാനായിട്ട് നല്ല താല്പര്യമുള്ള ഒരാളായിരുന്നു. ഇപ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നപ്പോ ആ മനോഭാവം അങ്ങോട്ട് മാറി. സീരിയൽ ആരെങ്കിലും വെച്ചാ പറയും, അത് മാറ്റി ചാലോൺ TV വെക്കെന്ന് പറയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊരു പുതിയ ജനനത്തിന്റെ അടയാളമാണ്. അച്ഛൻ നാടകം കാണാൻ വേണ്ടിയിട്ട് രാത്രി 11 മണിക്ക് സൈക്കിളും ചവിട്ടി 10 കിലോമീറ്റർ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നാടകം 12 മണിക്ക് കൊണ്ടുപോയി വെക്കും. അപ്പൊ അത് അവിടെ പോയി കണ്ട് അത് കഴിയുമ്പോ അവിടെ തന്നെ കിടന്നുറങ്ങി. നാടകം പകുതി കാണാൻ പറ്റുള്ളൂ, പുള്ളിക്ക് ഉറക്കം വരില്ല. അത് കഴിയുമ്പോ അപ്പോ ചില താല്പര്യങ്ങള്, ഇപ്പൊ നാടകം അപ്പുറത്ത് എടൂര് വെച്ചാല് നമുക്ക് പോകാൻ താല്പര്യമില്ല. താല്പര്യങ്ങള് മാറുന്നു. പിക്നിക്കിന് പോകാൻ, സ്ഥലങ്ങള് കാണാൻ ഇഷ്ടമുള്ള ഒരു മനോഭാവം. അവിടെ പോണം, ഇവിടെ പോണം. പിള്ളേര് കണ്ടിട്ടില്ലേ, ബൈക്ക് എടുത്തുകൊണ്ട് എവിടെ പോണ്ട? കൊടൈക്കനാൽ പോകണം. എവിടെ പോണം? ഊട്ടി പോണം. എവിടെ പോണം? മൂന്നാർ പോണം. എങ്ങനെ പോണം? ബൈക്കിന് പോണം. ഒരുത്തനോട് ചോദിച്ചു, നീ എവിടെ പോണം? ഞാൻ ഹിമാലയത്തിൽ പോണം. എങ്ങനെ? ബൈക്കിന്. ഇവിടെ നിന്ന് ബൈക്ക് ഓടിച്ചോണ്ടേ. ഹല്ലേലൂയ. അച്ഛൻ ഇവിടെ നിന്ന് ബൈക്ക് ഓടിച്ച് കീഴ്പള്ളി വരെ പോകാൻ മടിയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഈ താല്പര്യങ്ങള്, ലൗകികമായ ഈ താല്പര്യങ്ങള് മാറി. പോയിന്റ്, നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ താല്പര്യങ്ങള്, ചില ആളുകൾക്ക് ഭക്ഷണത്തോടാണ് താല്പര്യം. ഇപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം, ഫുഡ് എങ്ങനെ കഴിക്കാം, ഫുഡ് എങ്ങനെ
എല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പൊ അച്ഛൻ തന്നെ ഒരു വീഡിയോ ഭക്ഷണത്തെ കുറിച്ച് ഇട്ടാൽ നല്ല വ്യൂ ആയിരിക്കും. പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ കുറിച്ചാണെന്ന് കണ്ട സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോ ഏറ്റവും കൂടുതൽ പിന്നെ ഉണ്ട് സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം. ഒരു വീഡിയോ ഇട്ടെന്ന് അച്ഛൻ സൗന്ദര്യം എന്തായിരിക്കും എന്നറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വില കുറവിൽ ആഭരണം എവിടെ നിന്ന് മേടിക്കാം? സ്വർണ്ണ 10 ആള് 100 കൂടുതൽ കാണില്ലേ? നമ്മുടെ താല്പര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ്. നമ്മുടെ താല്പര്യങ്ങൾ, ഈ ഭൗതികമായ താല്പര്യങ്ങൾ മാറി സ്വർഗീയമായ താല്പര്യങ്ങളിലേക്ക് ഹൃദയത്തിന് ഒരു മാറ്റം വരുന്ന ഒരു സംഭവത്തെയാണ് എന്തെന്ന് പറയുന്നത്? പുതിയ ജനനം എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇതൊരു രൂപാന്തരീകരണത്തിന്റെ ബാഹ്യമായ അടയാളമാണ്. എന്താണ് അച്ഛൻ പറഞ്ഞത്? ഈ താല്പര്യങ്ങളുടെ മാറ്റം രൂപാന്തരീകരണത്തിന്റെ ബാഹ്യമായ അടയാളമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ സിനിമയോടും ക്രിക്കറ്റിനോടും ഭക്ഷണത്തോടും വസ്ത്രത്തോടും മദ്യത്തോടും ഒക്കെയുള്ള, അല്ലെങ്കിൽ മൊബൈലിനോടൊക്കെയുള്ള അമിതമായ ഈ താല്പര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൂട്ടുകാരി, അതൊരു പാഷനാണ്. അതിൽ നിന്ന് ഒക്കെ മാറി ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഒരഭിഷേകം. നിങ്ങളുടെ ഹൃദയം ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം ഈ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന്, ഭൗതികമായ ഭക്ഷണത്തിൽ നിന്ന് സ്വർഗീയമായ ഭക്ഷണത്തിലേക്ക് ഹൃദയം ഉയർത്തുന്ന ഒരാൾക്ക് സാധിക്കുന്നതിന്റെ അനുഭവത്തെയാണ് പുതിയ ജനനമെന്ന് പറയുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഇത് ഈ ജഡികാഭിലാഷങ്ങളുടെ മേൽ നമ്മുടെ മനസ്സ് നേടുന്ന ഒരു വിജയമാണ്. എന്താണത്? ജഡിക താല്പര്യങ്ങളുടെ മേൽ മനസ്സ് നേടുന്ന ഒരു വിജയമാണ് പുതിയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വചനം നിങ്ങൾക്ക് എഴുതി വെക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 14 വരെ. അച്ഛൻ വായിക്കാം. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും, അതായത് കണ്ണിന് ചില ദുരാഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നു ആ ദുരാഗ്രഹത്തിന്റെ പിറകെ ഞാൻ പോകുന്നില്ല. അപ്പോൾ കണ്ണിന്റെ ദുരാഗ്രഹത്തിന് ഞാൻ മരിച്ച ഒരാളായി. കാതിന് ചില ദുരാഗ്രഹങ്ങളുണ്ട്. എന്താണ് കാതിന്റെ ചില ദുരാഗ്രഹങ്ങൾ? എവിടെയെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുമ്പോൾ അവിടെ കാത് കൊണ്ടുപോയി വെക്കാനുള്ളൊരു ആഗ്രഹമില്ലേ? ഉണ്ടോ? അവര് കുറ്റം പറയണം, അങ്ങോട്ട് പോണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അയ്യോ, വരാൻ വൈകി പോയിട്ടാ, ക്ഷമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാതിന് ആഗ്രഹത്തോട് നമ്മൾ പറയുകയാണ്, ഈ ദുരാഗ്രഹം എനിക്ക് കേൾക്കണ്ട എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കാതിന്റെ ദുരാഗ്രഹത്തിന് ഞാൻ മരിച്ച ഒരാളായി മാറി. ഇനി വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പരദൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാവിനും ഒരാഗ്രഹമുണ്ട്, ഈ പരദൂഷണത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡൊണേഷൻ നമ്മുടെ ഭാഗത്തുനിന്നും കൊടുക്കണമെന്ന്, അല്ലേ? അവര് പറഞ്ഞതിന് എന്തെങ്കിലും നമ്മൾ കൂട്ടിക്കൊടുത്തില്ലെങ്കിൽ നാവിനൊരു ചൊറിച്ചിലല്ലേ? അപ്പോൾ നമ്മുടെ ആ ദുരാഗ്രഹത്തോട് ഞാൻ പറയുകയാണ്, ഈ തിന്മയുമായി സഹകരിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറയും, അത് ശരിയാണ് ട്ടോ, അത്രയെങ്കിലും പറയും. ഒരു തിന്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, ഹല്ലേലൂയ, ആ തിന്മയുമായി സഹകരിക്കുന്ന ഒരു വർത്തമാനം പറയുന്നതിന് എൻ്റെ നാവിനൊരു ദുരാഗ്രഹമുണ്ട്. ആ ദുരാഗ്രഹത്തോട് ഞാൻ പറയുകയാണ്, ഞാൻ അത് പറയില്ല. അപ്പോൾ എൻ്റെ നാവിന്റെ ദുരാഗ്രഹത്തിന് ഞാൻ ആരായി?
മരിച്ച ഒരാളായി. അച്ഛൻ ആത്മീയത പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നത് അപ്ലൈ ചെയ്ത് പറയാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന് വേണ്ടി പാപത്തെ സംബന്ധിച്ച് ഞാൻ മരിച്ച ഒരാളാണ്. അപ്പൊ പിന്നെ നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നമ്മൾ ചോദിക്കാറില്ല, നിന്നെ കൊണ്ട് വീട്ടുകാർക്കൊരു ഗുണമില്ല, പിന്നെ നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? അപ്പൊ അതാ പറയുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കൈയടിച്ച് നന്ദി പറയാം. പാപത്തിന് മരിച്ചവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരും. പക്ഷെ ചില ആളുകളുടെ ജീവിതം, ഇവിടെ ഇരിക്കുന്ന ആരെയും കുറിച്ചല്ല അച്ഛൻ പറയുന്നത്, ചില ആളുകള് അവര് പാപത്തിന് വേണ്ടി ജീവിക്കുന്നവരും ദൈവത്തെ സംബന്ധിച്ച് മരിച്ചവരുമാണ്. അല്ലേ? വേറെ ആൾക്കാരെ കുറിച്ചല്ലേ അച്ഛൻ പറഞ്ഞത്. അപ്പൊ കൈയടിച്ചു. കയ്യടിക്കൊരു ശക്തി പോരല്ലോ. ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച ഈശോയേ. അപ്പോൾ നവജീവിതം, പുതിയ ജന്മം ലഭിച്ച ആളുകൾ പാപത്തെ കുറിച്ച് മരിച്ചവരും. അവർക്ക് തെറ്റായ ബന്ധങ്ങളില്ല, അവർക്ക് മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ഇല്ല, അവര് അവിടെയും ഇവിടെയും അതും ഇതും ചെയ്യാൻ പോകുന്നില്ല. പാപത്തെ സംബന്ധിച്ചവർ മരിച്ചവരാണ്. അവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവരല്ല, അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണ്. അവർ ദുശാഠ്യക്കാരല്ല, അവർ സൗമ്യശീലരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പാപം ആകരുതെന്ന്. നിങ്ങൾ ഓരോടത്തേക്ക് പോകാം, നമുക്ക് അങ്ങോട്ട് പോകാം, അവിടെ പോകാം, അവിടെ ഇരിക്കാം, അത് കാണാം, അത് ചെയ്യാം, ഇത് കുടിക്കാം എന്ന് നിങ്ങളെ നയിക്കുന്നത്, നിങ്ങളെ ഭരിക്കുന്നത് പാപമാകരുത്. പാപം നിങ്ങളുടെ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേന്ദ്രത്തിൽ മാത്രം ഭരണം മാറിയാ പോരാ. മതിയോ? നമ്മൾ കേന്ദ്രത്തിൽ, ഡൽഹിയിൽ ഭരണം മാറുന്നതിനെ കുറിച്ചും തിരുവനന്തപുരത്ത് ഭരണം മാറുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കണം. നമ്മുടെ ശരീരത്തെ പാപം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം, നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾ നമ്മെ നയിക്കുന്നതിന് പകരം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. കരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മുടെ ശരീരം പാപത്തിന്റെ ഉപകരണമായി മാറരുതെന്ന്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ നവജന്മം, ന്യൂ ബർത്ത് എന്ന് പറയുന്നത്. ആത്മാവിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇതാ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുന്നു. അതാണ് പുതിയ ജന്മം, വീണ്ടും ജനനം എന്ന് പറയുന്നത്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറയാം, പാപത്തിന് മരിച്ചവരായി, മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, നിങ്ങൾ നിയമത്തിന് കീഴിലല്ല,
കൃപയ്ക്ക് കീഴിലാണ്. നമ്മൾ കൃപയിലായിരിക്കുന്ന അവസ്ഥയെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച അവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച അവസ്ഥ? കൃപയിലായിരിക്കുന്ന അവസ്ഥ. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിതാ വീണ്ടും ജനിച്ചിരിക്കുന്നു, നമ്മളിതാ ഈശോയിലായിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഈശോ ഇതാ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തിന്നുക, കുടിക്കുക, ഷോപ്പിംഗ് നടത്തുക, ഭക്ഷണം ഉണ്ടാക്കുക, അത് കൊടുക്കുക, വാങ്ങിക്കുക, കുടിക്കുക, ലഹരി ഉപയോഗിക്കുക, അത് അവിടെ ഇവിടെയൊക്കെ നടക്കുക എന്നൊക്കെ പറയുന്ന ഭൗമികമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തുക. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3:5, കൊളോസസ് 3:5 എഴുതി വെക്ക്. ബൈബിൾ എടുക്കാം, വായിക്കാം. കൊളോസസ് 3:5. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, എന്തൊക്കെയാണത്? അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ മറ്റു ഗുണങ്ങൾ പറയാനുള്ളത് കൊണ്ട് വീണ്ടും ജനനത്തിലുള്ള കാര്യങ്ങൾ അച്ഛനവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഗുണം, രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഗുണം, പരിശുദ്ധാത്മാവ് അഭിഷേകം ലഭിച്ചാലുള്ള രണ്ടാമത്തെ ഗുണം, അത് ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാക്കുന്നു എന്ന ഗുണമാണ്. എന്താണത്? നിനക്ക് ഈ രൂപാന്തരപ്പെട്ട് ഇപ്പോഴുള്ളത് ആരുടെ മനസ്സാണ്? നമുക്കുള്ളത് ആരുടെ മനസ്സാണ്? എങ്ങനെയുള്ള മനസ്സാണ്? എങ്ങനെയുള്ള മനസ്സാണ്? ഒരു വക മനസ്സാണ്. എങ്ങനെയാണ്? ഒരാൾക്ക് രോഗം വന്നപ്പോഴേ അയാളോട് പറയാണ്, എടാ നിനക്ക് ഇത് തന്നെ വന്നോന്ന്. ഹല്ലേലൂയ. ഒരു കൂട്ടുകാരിക്ക് രോഗം വന്നു കഴിഞ്ഞപ്പോ വേറൊരു കൂട്ടുകാരി, നിനക്ക് ഇതൊന്നും വന്നാ പോരെന്ന്. ഹല്ലേലൂയ. എങ്ങനെയുള്ള മനസ്സാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ മനസ്സിന് എന്തു മാറ്റം, എന്തു വരണം? ഈശോയുടെ മനസ്സായിട്ട് മാറണം. ഹല്ലേലൂയ. ഇവിടെ ആ വാക്ക് പ്രയോഗം ഉണ്ടോന്ന് അറിഞ്ഞൂടെ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇമ്മിണി പുളിക്കും. ഇവിടെ പറയാറുണ്ടോ? ഉണ്ടല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ഈ ഒരു വക മനസ്സ് എന്ത് മനസ്സായിട്ട് മാറണമെന്ന് എന്തേ പറയാൻ പറ്റണില്ലേ? ഈശോയുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നമ്മുടെ ഈ ഒരു വക മനസ്സ് ഈശോയുടെ മനസ്സായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ വിചാരിച്ചാ മാറൂല. ഇതിനെന്തു വേണം? ഒരു പരിശുദ്ധാത്മാ അഭിഷേകം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ഈ ലൗകികമായ ചിന്തകൾ, ക്രിസ്തുവിന്റെ ചിന്തകൾ, ക്രിസ്തുവിന്റെ മനോഭാവം പോലെ ആയി തീരണം എന്ന് വചനം ആവർത്തിച്ച് പറയുകയാണ്. ഒരു വചനഭാഗം മാത്രം എടുക്കാം. 1 പത്രോസ് 4:1. 1 പത്രോസ് 4:1. എന്താണത്? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഈശോയ്ക്കുണ്ടായിരുന്ന, ഈശോ പീഡനമേറ്റപ്പോ ഈശോയുടെ മനോഭാവം എന്തായിരുന്നു? ഹല്ലേലൂയ.
അപ്പോൾ ഈശോ കാണുന്നത് പോലെ കാണാൻ പറ്റുന്ന, ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ഉണ്ടാകട്ടെ. ഈശോ തൻ്റെ ഒരു മനോഭാവത്തെ കുറിച്ച് പറഞ്ഞ ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. മത്തായി 20:28. ആ ഒരു വചനം മാത്രം പറഞ്ഞ അച്ഛൻ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കും. ഈശോ പറഞ്ഞു, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ പറയാണ്, എൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എൻ്റെ ഒരു മനസ്സെന്ന് പറയുന്നത് എല്ലാവരും എന്നെ ശുശ്രൂഷിക്കണമെന്നതല്ല. എൻ്റെ മനസ്സെന്ന് പറയുന്നത് എങ്ങനെ മറ്റൊരാളെ ശുശ്രൂഷിക്കാം, എങ്ങനെ നേടിയെടുക്കാമെന്നല്ല, എങ്ങനെ കൊടുക്കാം എന്നതാണ് എൻ്റെ മനസ്സ്. ഇന്നത്തെ പ്രഭാതത്തിലെ പ്രഭാഷണത്തിൽ സെബാസ്റ്റ്യൻ പറഞ്ഞു, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെ സ്വന്തമാക്കാം. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ ആ മനുഷ്യനുമായി ഇടപെട്ട ുമായി ബന്ധപ്പെട്ട് അച്ഛൻ സൂചിപ്പിച്ചിരുന്നു. ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അവനുമായിട്ടൊരു ഇടപാട് നടത്തി. ആ ഇടപാട് കഴിഞ്ഞപ്പോ അവൻ എങ്ങനെയായി? ആ അവശതയിലായി. അവൻ പകുതി മരിച്ചതുപോലെയായി. അവന്റെ തുണി പോലും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അതായത് നമ്മൾ ഒരാളുമായിട്ട് കുറച്ചു നേരം ഒരു ഇടപാട് നടത്തി അയാളിൽ നിന്നും നമ്മൾ തിരിച്ചു വന്നപ്പോ മറ്റേയാള് ചത്തതുപോലെയായി. ഹല്ലേലൂയ. നമ്മൾ ഒരു ചേച്ചിയുടെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ ഒരു ചേട്ടന്റെ അടുത്ത് ചെന്ന് 2 വർത്തമാനം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും അയാളുടെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? ആ സമാധാനം ആരെടുത്തു? നമ്മൾ കവർന്നെടുത്തു. സ്വാർത്ഥതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, എനിക്ക് ആ മനോഭാവമല്ല. പിന്നെ പുരോഹിതൻ അവനവിടെ കിടക്കണുണ്ട്. നിന്റെ കാര്യം നിനക്ക്, എന്റെ കാര്യം എനിക്ക്. നീ എന്താന്ന് വെച്ചാൽ നീ ചെയ്യും, ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. നീ നിന്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. നീ ചത്താലും കൊള്ള, നീ ജീവിച്ചാലും കൊള്ള, എനിക്കതിലൊന്നുമില്ല എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ മനോഭാവമുള്ള മനുഷ്യരുണ്ട്. അവരെ ഈശോയുടെ മനസ്സ് ഉള്ളത് പങ്കുവെക്കുന്നവന്റെ മനസ്സാണ്. അവന്റെ അടുത്തേക്ക് ചെന്ന് സമയം നഷ്ടപ്പെടുത്തി, തന്റെ ജോലി നഷ്ടപ്പെടുത്തി, തന്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തി, തന്റെ കഴുതയെ നഷ്ടപ്പെടുത്തി അവൻ നടക്കുകയും വേദനിക്കുന്നവൻ കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അവന്റെ ബാഗിൽ അവന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എണ്ണയും വീഞ്ഞും അവരന് വേണ്ടി നൽകുന്നു, തൻ്റെ സമ്പത്ത് അവന് വേണ്ടി നൽകുന്നു. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും തൻ്റെ ജീവിതം അനേകർക്ക് മോചന ദ്രവ്യമായി നൽകാനുമാണ്. ഇത് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. നിനക്ക് ഈ മനസ്സുണ്ടാകണമെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ മാത്രമേ നിനക്കിത് ലഭിക്കുകയുള്ളൂ. ഇത് നേടിയെടുത്തതല്ല, ഇത് ലഭിച്ചതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, സുഖം തേടിയുള്ള യാത്രകൾക്ക് പകരം അല്ലേ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു വക മനസ്സ് വെച്ച് നമ്മൾ നടത്തുന്നത് സുഖം തേടിയുള്ള യാത്രകളാണ്. എനിക്കെവിടെ പോയാ കൂടുതൽ സുഖിക്കാൻ പറ്റും? ഹല്ലേലൂയ. എനിക്കെങ്ങനെ ജീവിച്ച കൂടുതൽ സുഖിക്കാൻ പറ്റും? എനിക്ക് എന്ത് തിന്ന കൂടുതൽ തടി വെക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്ത എന്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കാൻ പറ്റും? സുഖം തേടിയുള്ള, അവനവന് വേണ്ടി സുഖവും സൗകര്യവും തേടിയുള്ള യാത്രകൾക്ക് പകരം നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുന്ന ഒരു അഭിഷേകത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മൂന്നാമതായി, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു എന്നത്. അപ്പൊ നമ്മൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെ? തോന്നിയതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരമാണ്.
നമ്മൾ ചിന്തിക്കുന്നു, എനിക്ക് എന്റെ വീട് വിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ആ. നമ്മൾ ചിന്തിക്കുന്നു, എനിക്ക് ഇത്രയും വലിയൊരു വീട് പണിയണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് കാനഡയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, UK പോകണം, ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള പ്രാർത്ഥനകളാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ത്തിന് ചേർന്ന നിയോഗങ്ങളായി മാറുന്നു. കൈയടിക്കാം. നമ്മൾ കല്യാണം ആലോചിക്കുമ്പോ ചെറുക്കനിലുണ്ടാവുന്ന നോക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടോ എന്നാണ്, അല്ലേ? ദൈവത്തിന് ഇണങ്ങിയ മനുഷ്യനാണോ, ദൈവം വിചാരിച്ചിട്ടുള്ള മനുഷ്യനാണോ എന്ന് നോക്കുന്നത് എല്ലാം കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം. അച്ഛാ, ഇതെങ്ങനെയാണ്? നല്ലതാണ് എന്നാ ഉറപ്പിക്കല് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇതൊന്നും ശരിയാവും അച്ഛാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. റോമ 8:26 വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ, എന്താണ് നമ്മുടെ ബലഹീനത? ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്താണ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെ ബലഹീനത. ഹല്ലേലൂയ. അപ്പോൾ ആ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും ഉയരവും വീതിയും ആഴവും ഗ്രഹിക്കാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ. അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴവും വീതിയും ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ എന്ന പ്രാർത്ഥന, ഹൃദയം തുറന്നു തരണമേ എന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ വിശുദ്ധ പത്രോസ് ജോയൽ പ്രവാചകനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രവചന സ്വഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കും. ദൈവമഹത്വത്തെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദർശനങ്ങളിലൂടെ പ്രാർത്ഥിക്കും, സ്വപ്നങ്ങളിലൂടെ പ്രാർത്ഥിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പോസ്തലന്മാര് ഭാഷാവരത്തിൽ പ്രവചിച്ച് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാവോ? മറ്റേ കാര്യം നമുക്കറിയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് സിഹിയോൻ മാളികയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ഒരു ശബ്ദം ആ മുറിയിലാകെ വ്യാപരിച്ചു. ഓരോരുത്തരുടെയും ശിരസിൽ അഗ്നിനാവുകൾ പോലെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വന്ന് നിറഞ്ഞു. അതവരിലേക്ക് ഇറങ്ങി. അവര് പ്രവചിച്ചു. അവർ വിവിധ ഭാഷകളിൽ പ്രവചിച്ചു. എന്താണ് അവര് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്? എന്താണെന്നറിയാവോ? അതറിഞ്ഞൂടെ? ഇത് കേട്ടപ്പോഴാണ് മറ്റവര് പറഞ്ഞു, ഇവര് കള്ളു കുടിച്ചിട്ട് വർത്താനം പറയുന്നതാണെന്ന്. ഇവര് പറഞ്ഞത് എന്താണ്? ആത്മാവിൽ നിറഞ്ഞ ആള് പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:11 അച്ഛൻ വായിക്കുകയാണ്. ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ. അപ്പോസ്തലന്മാർ സ്തുതിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചാണ്.
ഹല്ലേലൂയ. അപ്പോൾ ഭാഷാവരം എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കാനുള്ളതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ദൈവം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, എപ്രകാരമാണ് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, മടി കൂടാതെ പ്രാർത്ഥിക്കേണ്ടതെന്ന്, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന്, നിശബ്ദതയിൽ പ്രാർത്ഥിക്കേണ്ടതെന്ന്, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, പ്രവചിച്ച് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. നാലാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നാലാമത്തെ പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നതാണ്. രൂപാന്തരീകരണത്തിന്റെ നാലാമത്തെ പുണ്യം നമുക്ക് ഒരു ശക്തി ലഭിക്കുമെന്നതാണ്. ഏത് ശക്തി? ആ ശക്തി എന്തിനുള്ള ശക്തി? വെരി ഗുഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ വചനം പ്രഘോഷിക്കാനുള്ള ശക്തി ലഭിക്കും. രൂപാന്തരപ്പെട്ട് കഴിയുമ്പോ വചനം പ്രഘോഷിക്കാനുള്ള ശക്തി ലഭിക്കും. അത് മാത്രമല്ല, ഈശോ പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനു വേണ്ടി? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ലൂക്ക 4:18-19 തിരുവചനങ്ങൾ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ. പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തി സുവിശേഷം അറിയിക്കാനുള്ള ശക്തി. 2, ബന്ധിതർക്ക് മോചനം നൽകാൻ. അതിനൊരു ശക്തി വേണം. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ, പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ, രോഗത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ, ഒരു സാമൂഹികമായൊരു ബന്ധനാവസ്ഥയിൽ കഴിയുന്നവനെ, ഗാർഹികമായ ബന്ധനാവസ്ഥയിൽ കഴിയുന്നവനെ, ഒരു തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്നവനെ, ഒരു തെറ്റായ ബന്ധത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവനെ, ഒരു മദ്യത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവനെ, ഒരു അന്ധവിശ്വാസത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവനെ, ഒരു അധമവികാരത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവനെ മോചിപ്പിക്കാൻ ഒരു ശക്തി വേണം. ഒരു അലസതയുടെ ബന്ധനത്തിൽ കഴിയുന്നവനെ മോചിപ്പിക്കാൻ എനിക്കൊരു ശക്തിയുണ്ടെന്ന് ഈശോ പറയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ ശക്തി, ബന്ധനത്തിൽ മോചിപ്പിക്കാൻ ശക്തി, അന്ധർക്ക് കാഴ്ച നൽകാൻ. എന്തിനെ കുറിച്ചുള്ള അന്ധതയാണ്? സ്വർഗത്തെ കുറിച്ച് ദർശനമില്ലാത്ത മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട അന്ധത എന്താണ്? സ്വർഗത്തെ കുറിച്ചൊരു കാഴ്ചയില്ല. ഭൂമിയിലുള്ള എല്ലാം കാണുന്നുണ്ട്, കാണാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും ഈശോ പറയാണ്, നീ അന്ധനാണ്, നിന്നെ കുറിച്ച് തന്നെ നിനക്കൊരു കാഴ്ചയില്ല, നീ ദൈവത്തിന്റെ മകനാണെന്നൊരു കാഴ്ച നിനക്കില്ല. നീ നീ സ്വർഗത്തിൽ നിന്ന് പിറന്നവനാണെന്ന കാഴ്ചയില്ല, നീ സ്വർഗത്തിലേക്ക് പോകുന്നവനാണെന്ന കാഴ്ചയില്ല, ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ദർശനമില്ല. അന്ധർക്ക് കാഴ്ച നൽകാൻ ശക്തി വേണം. ആ ശക്തി എന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ശക്തി. ചില ആളുകൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, പല കാരണങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരാണ്. ജോലിയില്ല, പണമില്ല, രോഗമാണ്, പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്, സ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്തപ്പെട്ടവരാണ്.
സെൽഫ് ഐഡന്റിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന ബോധ്യത്തിൽ നിന്നുള്ളൊരു ശക്തി ലഭിക്കുക. അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ്, ഡിപ്രസ്ഡ് ആണ്, സപ്രസ്ഡ് ആണ്, ഒപ്രസ്ഡ് ആണ്, സൈഡ് ലൈൻഡ് ആണ്, മാർജിനലൈസ്ഡ് ആണ്, മാറ്റി നിർത്തപ്പെട്ടവരാണ്, എഴുന്നേറ്റ് പോകുന്ന മറ്റുള്ളവർ പറയുന്നവരാണ്, ഇറങ്ങിപ്പോടിയെന്ന് ഭർത്താവ് പറയുന്നവരാണ്, ഒഴിഞ്ഞാരാമോന്ന് ചോദിക്കുന്നവർ. ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് ഇറക്കി വിടപ്പെട്ടവരാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ശക്തിയുമായാണ് ഈശോ വന്നത്. അവൻ പറഞ്ഞു, എൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരം, ദൈവരാജ്യത്തിന്റെ ഒരു സമയം പ്രഘോഷിക്കാനുള്ള ശക്തി. ഹല്ലേലൂയ. എന്റെ കാലഘട്ടം ദൈവരാജ്യത്തിന്റെ കാലഘട്ടമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കാനുള്ളൊരു ശക്തിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് തരുന്ന ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുമുപരി ഒരു ശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ശക്തിയാണ് പ്രത്യാശയിൽ ജീവിക്കാനുള്ള ശക്തി. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഇന്റർനെറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോ കൊച്ചു തോറ്റിരിക്കുന്നതാണ്. റിസൾട്ട് കാണാനില്ല. നിങ്ങൾ വായിച്ചില്ലേ? ആത്മഹത്യ ചെയ്തു. ഈ വർഷത്തെ കഥയാണ്. പിറ്റേ ദിവസം പക്ഷെ കൊച്ചു ഭൂമിയിലില്ല. റിസൾട്ട് വന്നപ്പോഴേക്കും കൊച്ചു ഇവിടുന്ന് പോയി. പ്രിയപ്പെട്ടവരെ, മുഴുവൻ മാർക്ക് മേടിക്കാൻ മാത്രം മക്കളെ പഠിപ്പിച്ചാ പോരാ. ഒരു തോൽവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിസൾട്ട് ഇവിടെ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു വാർത്ത അവിടെ കാണുന്നില്ലെങ്കിൽ വേണ്ട, നോക്കാം, കാണുന്നിടത്ത് നോക്കാം, ഒരു ദിവസം കാത്തിരിക്കാം, നോക്കാന്നേ, അല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാന്നേ, എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയാൻ പറ്റുന്ന ഒരു പക്വതയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയിട്ടില്ലെങ്കിൽ, അവർക്ക് 1200 1200 കിട്ടിയിട്ട് ഫുൾ A+ കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട്? പരാജയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയുണ്ടോ? ഞാൻ തോറ്റച്ചോ, കുഴപ്പമില്ല, ഞാൻ വീണ്ടും എഴുതും, ഞാൻ ജയിക്കും, എന്റെ ജീവിതത്തിലും എന്റെ പരീക്ഷയിലും ഞാൻ ജയിക്കും. ഇത് വെറും ഒരു ആത്മവിശ്വാസമല്ല, ഇതിനെ പറയുന്നത് ഒരു എന്റെ കാര്യം എന്റെ കർത്താവ് നോക്കിക്കൊള്ളുന്നു. ഞാൻ തോറ്റു, എന്റെ വിസ റിജക്റ്റഡ് ആയി, വേണ്ട, എന്റെ ജീവിതം തളർന്നിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചു, ആയിട്ടില്ല, കുഴപ്പമില്ല, കർത്താവുണ്ടല്ലോ. എനിക്കൊരു വീട് പണിയാമെന്ന് ഞാൻ കരുതി, പറ്റിയിട്ടില്ല. വീടിന് ജപ്തിയായി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു, കർത്താവുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു ശക്തിയാണ്. നിനക്കെല്ലാം ഉള്ളപ്പോ നീ ഗർവം വാങ്ങിച്ച് നിനക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്നതല്ല. ഒന്നുമില്ലാത്തപ്പോഴും ഇനി നാളെ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോ ഇന്നും നാളെയും ഇന്നലെയും കർത്താവ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ആ കർത്താവ് നാളെയും ഉണ്ടാവും, മറ്റന്നാൾ ഉണ്ടാകും എന്ന് പറയാനുള്ള പ്രത്യാശ ഒരു ശക്തിയാണെന്ന്. ഈ ശക്തി നിനക്കുണ്ടാകണമെങ്കിൽ ഈ ലോകത്തിന്റെ അരൂപികൾ നിന്നിൽ വന്ന് നിറഞ്ഞാ പോരാ. ഈ ശക്തി നിനക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയണം. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. റോമ 15:13 എഴുതി വെച്ചോ. റോമ 15:13. പ്രത്യാശയുടെ ദൈവം. ദൈവം നിന്നെ നിരാശനാക്കുന്ന ദൈവമല്ല. നിന്നെ നിരാശയുടെ പടികുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് എവിടെയെങ്കിലും പോയി ചാവെന്ന് പറയുന്ന ദൈവമല്ല. അവിടത്തെ പ്രത്യാശയുടെ ദൈവമാണ്. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. അവർക്ക് വിളിക്കാം, ഈശോയേ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായി ഉണ്ടാകേണ്ട ഒരു പുണ്യമാണ് പ്രത്യാശ എന്ന് പറയുന്നത്. എനിക്കൊരു ഭാവിയുണ്ട്. ഞാൻ ഇന്ന് ഈ ജയിലിന്റെ ഇരുട്ടറയിൽ, ഈ തടവറയുടെ ഇരുട്ടറയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു നാളെയുണ്ട്, എനിക്ക് നല്ലൊരു നാളെയുണ്ടെന്ന് പറയുന്ന പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു, ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു, പീഡനമേറ്റ് കിടക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടായിരുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. ഇതൊരു പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ, ചില കുടുംബ ജീവിതങ്ങൾ നയിക്കുന്നവർക്കറിയാം എന്ത് കണ്ടിട്ടാണ് ഇനിയും ജീവിക്കുന്നതെന്നറിഞ്ഞുകൂടാ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേ വരെ എന്റെ ഒരു കാര്യത്തിലും എന്റെ ഭർത്താവ് ശ്രദ്ധിച്ചിട്ടില്ല. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോ വേറെ ആരുടെയൊക്കെ പിറകെ നടക്കുകയാണ്. വീട്ടിലും വരുന്നില്ല, പണമയക്കുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല. എന്ത് കണ്ടുകൊണ്ട് ജീവിക്കണം? ചില നേരത്ത് ഈ കുഞ്ഞുങ്ങളെയും എടുത്ത് വിഷം കഴിച്ച് മരിച്ചാലോ എന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുഞ്ഞെ, പ്രത്യാശയുടെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കാൻ ഇടവരുത്തട്ടെ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി അവൻ ശുശ്രൂഷയ്ക്കായി നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് ഈ അഭിഷേകം? മറ്റുള്ളവരെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ കർത്താവ് നിനക്ക് കൃപ തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്കായി അവൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. ഒരു പ്രേഷിതൻ, ഒരു ശുശ്രൂഷകൻ, ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആൾക്ക്, ശുശ്രൂഷകയ്ക്ക് ഉണ്ടാകേണ്ട ഒരു ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നീ ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജോലിയല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. വെറുതെ ഒരു ദൗത്യവുമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നെ ഇതിനെ നിയോഗിച്ചിരിക്കുകയാണ്. നിന്നെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം, ആത്മാവിൽ നിറയാതെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം. നീ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയുടെ മനസ്സോടുകൂടെ ആണോ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്? മധ്യസ്ഥ പ്രാർത്ഥനയാകാം, കഞ്ഞിവെക്കുന്ന ശുശ്രൂഷയാകാം, കൗണ്ടറിലാകാം, സ്റ്റാളിലാകാം, ഗാന ശുശ്രൂഷയാകാം, ഇവിടെ ഉള്ള പലതരത്തിലുള്ള, ഇപ്പോൾ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ശുശ്രൂഷയാകാം, ഇവിടെ അടിച്ചു വാരുന്ന ശുശ്രൂഷയാകാം, തുടക്കുന്ന ശുശ്രൂഷയാകാം, കസേരയിടുന്ന ശുശ്രൂഷയാകാം. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് അൾത്താരയിലുള്ള ശുശ്രൂഷയാകാം, സാക്രിസ്റ്റിയിലുള്ള ശുശ്രൂഷയാകാം, ആളുകൾ കാണുന്ന ശുശ്രൂഷയാകാം, കാണാത്ത ശുശ്രൂഷയാകാം. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണോ അല്ലെങ്കിൽ ആത്മാവില്ലാതെയാണോ? ഇതൊരു ചോദ്യമാണ്. അച്ഛൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ആത്മാവിൽ നിറഞ്ഞാണോ ആത്മാവിൽ നിറയാതെയാണോ? ഹല്ലേലൂയ. അച്ഛൻ പ്രഭാഷണം നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്, പാടുന്നത് അഭിഷേകത്തോടുകൂടെയാണോ അഭിഷേകമില്ലാതെയാണോ?
ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞ ഒരു ശുശ്രൂഷ, അതായത് ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നേടാനുള്ള ഒരു ശുശ്രൂഷയായി മാറും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അല്ലെങ്കിൽ നീ ചെയ്യുന്നത് നിന്നെ തന്നെ കാണിക്കാനുള്ളൊരു ശുശ്രൂഷയായിട്ട് മാറും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നു. ആത്മാക്കളെ നേടാനൊന്നും വേണ്ടിയല്ല. ഞാൻ ജീവൻ ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവൻ ഒരു യാഗമായി മാറാനുള്ളതൊന്നുമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോ എന്താ ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുമ്പോ എനിക്കൊരു സുഖം കിട്ടണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്തിനു വേണ്ടി ചെയ്യുന്നത്? എനിക്കൊരു സുഖം കിട്ടും. നിനക്ക് സുഖം കിട്ടുമ്പോ വേറെ ആർക്കെങ്കിലും ദുഃഖം ഉണ്ടായാല? അതൊന്നും കുഴപ്പമില്ല. എനിക്ക് സുഖം കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടിയാണ്, ശുശ്രൂഷകർക്ക് വേണ്ടിയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരും ശുശ്രൂഷകരാണ്. മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നവരുണ്ട്, മറ്റുള്ളവരോട് ഈശോയെ കുറിച്ച് പറയുന്നവരുണ്ട്. ആത്മാർത്ഥതയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നേടണം എന്നാഗ്രഹിച്ച് ത്യാഗങ്ങൾ എടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഈ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെയും രൂപാന്തരീകരണത്തിന്റെയും ഫലമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. എനിക്കെന്ത് നഷ്ടമുണ്ടായാലും, അതാണ് അവിടുത്തെ പ്രത്യേകത, എനിക്കെന്ത് ത്യാഗമുണ്ടായാലും, എനിക്കെന്ത് വേദനയുണ്ടായാലും ഞാൻ ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നേടുന്ന പരിശ്രമത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്രകാരം ഒരു അഭിഷേകത്തിന് വേണ്ടി, അതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിങ്ങോട്ട് എന്തെങ്കിലും കിട്ടുക എന്നതിനേക്കാൾ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അഭിഷേകം. അമ്മ ത്രേസ്യ ജീവിച്ചതുപോലെ മറ്റുള്ളവരുടെ ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ പ്രാർത്ഥനകൾ ഒരു ഹോമബലിയായി കർത്താവിന്റെ മുൻപിൽ ഉയർത്തുന്ന ഒരഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ സത്യം പഠിപ്പിക്കുന്നു. He teaches you truth. നമ്മുടെ ഹൃദയത്തിൽ ചില ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ 16:12 മുതലുള്ള തിരുവചനങ്ങൾ. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ സത്യങ്ങൾ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവരുടേതാണ്. ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആത്മാവ് പഠിപ്പിക്കുന്ന സത്യമാണ്. സമാധാന പാലകർ അനുഗ്രഹീതർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സത്യങ്ങൾ. കൈയടിച്ച് കർത്താവിന് വേണ്ടി. നിങ്ങൾ എന്നെ പ്രതി പീഡകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.
യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. ആര് പഠിപ്പിക്കുന്ന സത്യമാണ്? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന സത്യമാണ്. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. അപ്പൊ ഈ സത്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, അങ്ങനെയാണെങ്കിൽ വേണ്ട, അവളോട് ക്ഷമിച്ചിട്ട് എനിക്കൊരു പുണ്യവും വേണ്ട. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്? അങ്ങനെ പറയാൻ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏഴാമതായി, പരിശുദ്ധാത്മാവ് നമുക്ക് ചില ബോധ്യങ്ങൾ നൽകുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം എന്ന് പറയുന്നത്? പാപബോധം തരുന്നു. എന്താണ് പാപബോധം? ശരിയും തെറ്റും ഏതാണെന്നറിയാൻ പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണോ നമുക്കറിഞ്ഞൂടെ? അറിയാം. ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഒരു കുറ്റബോധം. അത് പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണോ? വേണ്ട. പാപം ചെയ്യുന്നവർക്കൊക്കെ ചെറിയ അളവിൽ അല്ലെങ്കിൽ വലിയ അളവിൽ എന്തുണ്ട്? അയ്യോ, തോന്നാറില്ലേ? ഉണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രം ഉണ്ടാവുള്ളോ? എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ, എനിക്കതിന്റെ ശിക്ഷ കിട്ടും എന്നുള്ളൊരു തോന്നൽ, അത് പരിശുദ്ധാത്മാവ് വന്നിട്ട് വേണോ? വേണ്ട. അതുകൊണ്ടാണ് ഫോൺ വിളിക്കുന്ന നേരത്ത് കൊച്ചു അകത്ത് കയറി വാതിലടച്ചിരിക്കുന്നത്. കുറ്റബോധം ഉള്ളതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം എന്ന് പറയുന്നത് നിന്റെ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന ബോധ്യമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 39:9. ഉൽപ്പത്തി 39:9. എന്തുകൊണ്ടാണ് ജോസഫ് പാപം ചെയ്യാതിരുന്നത് എന്നതിന്റെ കാരണം ജോസഫ് പറയുകയാണ്. അവസാന ഭാഗം മാത്രം ഞാൻ വായിക്കാം. അച്ഛൻ വായിക്കാം. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? എന്താണ് പറയുന്നത്? ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ. അപ്പോ ജോസഫ് പാപം ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണ്? അത് ദൈവത്തെ വേദനിപ്പിക്കും. ദൈവത്തെ, എനിക്ക് കുറ്റബോധം ഉണ്ടാവും വിചാരിച്ചിട്ടല്ല, എനിക്കൊരു ശിക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല, ദൈവത്തെ അത് വേദനിപ്പിക്കും. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് പാപബോധം എന്ന് പറയുന്നത്. ഇല്ലേ? മക്കൾക്ക് അങ്ങനെ ഒരു തോന്നലില്ലേ? അപ്പനും അമ്മക്കും വിഷമവും, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതായത് നമ്മെ സ്നേഹിക്കുന്നവര്, നമ്മളെ സ്നേഹിക്കുന്നവര്, നാം സ്നേഹിക്കുന്നവര് വേദനിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. ജ്ഞാനം 15:2. ജ്ഞാനം 15:2 എന്താണ് പറയുന്നത്? ഞങ്ങൾ പാപികളാണെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തരുന്നൊരു ബോധ്യമാണ്. He convicts you. He gives you some convictions. വെറുതെ അതൊന്നും തരികയല്ല, ബോധ്യങ്ങൾ തരികയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത്, ഏതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. വചനം പറയും, കർത്താവിന് പ്രീതികരമായ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചറിയുവിൻ. എവിടെ അന്വേഷിക്കും? ഗൂഗിളിൽ സെർച്ച് ചെയ്ത.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പ്രീതികരമായത് എന്താണെന്ന് അന്വേഷിച്ചറിയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എട്ടാമതായി, പരിശുദ്ധാത്മാവ് നമ്മെ നീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ നീതീകരിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ എത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. ഈ പരിശുദ്ധാത്മാവ് മൂലം നമ്മൾ നവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കപ്പെട്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് തിന്മയിൽ നിന്ന് നമ്മൾ പൊക്കിയെടുക്കപ്പെട്ടത്? അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ബെനഫിറ്റ്സുകളെ കുറിച്ച്, രൂപാന്തരീകരണത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ ഒരു കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തിരിക്കുന്നു. ആ പൊക്കിയെടുക്കപ്പെട്ട പ്രക്രിയയെ പറയുന്ന പേരാണ് ജസ്റ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ. ഒരു കൊച്ചു കളിക്കാനൊക്കെ പോയി അഴുക്കായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോ ആ കൊച്ചിനെ അമ്മ എന്ത് ചെയ്യും? കുളിപ്പിക്കും. ഹല്ലേലൂയ. അഴുക്കൊക്കെ കളഞ്ഞെടുക്കും. നമ്മളിലുള്ള അഴുക്ക് കളഞ്ഞ് നമ്മെ ആ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ആ പ്രക്രിയയാണ് നീതീകരണം എന്ന് പറയുന്നത്. ആ പ്രക്രിയയെ നടത്തുന്നത് പൗലോസ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 5-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. നിന്നെ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമായി സഞ്ചരിക്കാൻ നിന്നെ ശക്തിപ്പെടുത്തി നിന്നെ വിശുദ്ധീകരിക്കുന്നത്, നിന്റെ തിന്മയെ നിന്നിൽ നിന്ന് കഴുകിക്കളയുന്നത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അവർക്ക് വിളിക്കാം, ഈശോയേ. ഈ ആത്മാവ് നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിനക്ക് ദൈവത്തെ വിളിക്കാൻ, ഈശോയെ എന്ന് വിളിക്കുമ്പോ സ്വരം പുറത്തു വരുന്നത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് അല്ലെങ്കിൽ നീ ഈശോയെ എന്ന് വിളിക്കുമ്പോ ഒന്നും വരില്ല. ഒന്ന് വരുമെന്ന് നോക്കിയേ. കുറച്ചുകൂടെ ശക്തിയോടെ പരിശ്രമിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇത്രയും നേരമായിട്ട് പള്ളിയുടെ അകത്ത് ഫാൻ കറങ്ങുന്നില്ല. ഫാൻ കറങ്ങാത്തതിന്റെ കാരണം ഓണാക്കും, ഇത് കട്ടായി പോകും. അതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും മഴയൊക്കെ പെയ്തെങ്കിലും ചൂടിന് കുറച്ച് കുറവൊക്കെ ഉണ്ട്, എന്നാലും പുകച്ചിലൊക്കെ ഉണ്ട്, ഇല്ലേ? ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയൊന്നും അല്ല. എന്നാലും നമുക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പോ ദൈവത്തെ സ്തുതിക്കാൻ, കരുണ കാണിക്കാൻ, വചനം കേൾക്കാൻ, ഈശോയെ കുറിച്ച് സംസാരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നിന്നിലുള്ള ആ ചൈതന്യം, അത് ഈ രൂപാന്തരീകരണത്തിന്റെ ഫലമാണ്. പരിശുദ്ധ അഭിഷേകത്തിന്റെ ഒരു ബെനഫിറ്റ് ആണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. 9-ാമതായി, പരിശുദ്ധാത്മാഭിഷേകം നിനക്ക് പ്രവാചക സിദ്ധികൾ തരുന്നു. പ്രവാചക സിദ്ധികൾ തരുന്നു. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് പറയുന്നു,
ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും മറ്റൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും, വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. കരമടിച്ചു നന്ദി പറയാം. ഈശോയേ. പത്താമതായി പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു സ്വാതന്ത്ര്യം തരുന്നു. എന്തിനുള്ള സ്വാതന്ത്ര്യം? ഹല്ലേലൂയ. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? നന്മ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം തരുന്നു. തിന്മ ചെയ്യാതിരിക്കാൻ ഒരു സ്വാതന്ത്ര്യം, ഭയപ്പെടാതിരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം തരുന്നു. ഇല്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ അടിമപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ തിരുവചനം നിങ്ങളെ, റോമ 8:15, റോമൻസ് 8:15, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? എല്ലാവരും പറഞ്ഞേ, നമ്മൾ ആരാണ്? ഞാൻ ആരാണ്? ദൈവമക്കളാണ്. അപ്പൊ നമ്മൾ ഇനി പറയരുത് ഞാൻ ആരും അല്ലെന്ന്, എനിക്കൊന്നുമില്ല എന്ന് പറയരുത്. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് പറയരുത്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയരുത്. ഞാൻ തോറ്റു, ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് പറയരുത്. ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയില്ല, ഞാൻ ആർക്കും വേണ്ടാത്തവരാണ്, വേണ്ടാത്തവളാണ്, ഞാൻ ഈ ലോകത്തിന് വേണ്ടാത്തവനാണ്, ദൈവത്തിന് പോലും വേണ്ടാത്ത ഒരാളാണ് ഞാനെന്ന് പറയരുത്. എന്റെ രോഗം മാറിയില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് പറയരുത്. ഞാൻ മക്കളുടെ കാര്യങ്ങൾ നടന്നില്ല, എന്റെ കുടുംബം ഒരു വെറുക്കപ്പെട്ട ശപിക്കപ്പെട്ട കുടുംബമാണെന്ന് പറയരുത്. ഞാനൊരു ശപിക്കപ്പെട്ടവനാണ്, എന്റെ കുടുംബം ഒരു ശപിക്കപ്പെട്ട കുടുംബമാണെന്ന് പ്ലീസ് ഡോണ്ട് സേ ദാറ്റ്. ഞാൻ എല്ലാവരുടെയും മുൻപിൽ ഒരു അവഹേളന എന്ന് പറയരുതെന്ന്. വചനം, ആത്മാവ് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്, ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന്, ഞാനൊരു ദൈവ പൈതലാണെന്ന് നിന്റെ ഹൃദയത്തിൽ ഇരുന്ന് പറയിപ്പിക്കുന്ന ആത്മാവിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിന്റെ ചൈതന്യമുണ്ടെങ്കിൽ നീ ഈ ലോകത്തിന്റെ വെറുപ്പുകളെ, നിന്ദനങ്ങളെ, അപമാനങ്ങളെ അതിജീവിക്കും. അങ്ങനെ അതിജീവിക്കാൻ നിനക്ക് ശക്തി തരുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം, ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അതാണ് 10-ാമത് അല്ലേ? 11-ാമതായിട്ട് നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഏകദേശം ഒരു 10-15 ആഴ്ചകളോളമായിട്ട് ഇവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ്. അതിന്റെ ആദ്യത്തെ ഫലമായ സ്നേഹത്തെ കുറിച്ചാണ് ഒന്നാമത്തെ ആയിട്ടുള്ളത്. അപ്പോ നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് അച്ഛൻ പറഞ്ഞ പ്രഭാഷണവും പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കുറിച്ച്, ചൈതന്യത്തെ കുറിച്ചൊക്കെയുള്ള പ്രഭാഷണമായിരുന്നു. നിങ്ങൾ അതൊക്കെ എടുത്ത് കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12 ഉണ്ട്. സ്നേഹം, സമാധാനം, സൗമ്യത, ആനന്ദം, ആത്മസംയമനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ദാരിദ്ര്യം, അനുസരണം, ചാരിത്ര്യം, വിശുദ്ധി. ഇങ്ങനെ 12 ഉണ്ട്.
ഈ 12 പുണ്യങ്ങൾ നമ്മെ, ഇതിനെ ദൈവീക പുണ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ദൈവത്തിന്റെ ഗുണങ്ങളാണ്. ദൈവത്തിന്റെ ഗുണങ്ങൾ ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവീക മനുഷ്യൻ. ഐ റിപ്പീറ്റ്, ആരാണ് ഒരു ദൈവിക മനുഷ്യൻ? ദൈവത്തിന്റെ ഗുണങ്ങളുള്ള മനുഷ്യനാണ് ദൈവിക മനുഷ്യൻ. ഈ ദൈവത്തിന്റെ 12 ഗുണങ്ങളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ എന്ന് പറഞ്ഞ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഉണ്ട്, നീ ദൈവത്തെ പോലെ ആയിട്ടുണ്ട്, നിനക്ക് ദൈവത്തിന്റെ ഗുണമാണ്. നിനക്ക് സമാധാനമുണ്ടോ? ദൈവത്തിന്റെ സമാധാനമുണ്ടോ? ഉണ്ട്, നിനക്ക് ദൈവത്തിന്റെ ഗുണമുണ്ട്. അപ്പൊ നീ ഒരു ദൈവീക മനുഷ്യനാണ്. ഹല്ലേലൂയ. നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, അത് ദൈവത്തിന്റെ ഗുണമാണ്. നീ ക്ഷമിക്കുമ്പോ ദൈവത്തെ പോലെ ആയിരിക്കാണ്. കൈയടിച്ച് നന്ദി പറ. നീ കരുണ കാണിക്കുന്നുണ്ടോ? ക്ഷമയുണ്ടോ? ദയയുണ്ടോ? നന്മയുണ്ടോ? വിശ്വസ്തതയുണ്ടോ? നിനക്ക് വിശുദ്ധിയുണ്ടോ? നിനക്ക് ലാളിത്യമുണ്ടോ? നിനക്ക് താഴ്മയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ 12ാമത്തെ 11ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, രൂപാന്തരീകരണം. നമ്മൾ ചോദിക്കില്ലേ, ഈ രൂപാന്തരപ്പെട്ടിട്ട് എന്തിനാണ് ഇല്ലേ? ചോദിക്കാറുണ്ട? പരീക്ഷ ജയിച്ചിട്ട് ഇപ്പൊ എന്തിനാണ് ചോദിച്ചാ ഉത്തരവുണ്ട്, അഡ്മിഷൻ കിട്ടണം അല്ലേ? ജയിച്ചില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടോ? ഇവര് രൂപാന്തരപ്പെട്ടിട്ട് ഇപ്പൊ എന്ത് കിട്ടാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ടാലുള്ള ഗുണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിട്ടാണ്. എവിടെ? ഇത് പാസ്സാവാതെ അഡ്മിഷൻ കിട്ടില്ല. എവിടെ കിടക്കും? നരകത്തിൽ കിടക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 12ാമതായി അച്ഛൻ അവസാനിപ്പിക്കാം. 12ാമതായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് ഒരു ആശ്വാസമായില്ലേ? പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ സമയമുണ്ട് അല്ലേ? ഉണ്ടോ? അതാ ഉള്ള അല്ലേ? സന്തോഷത്തിന്റെ സമയമായിരുന്നു ഇങ്ങോട്ട് വന്നാനെ. ദുഃഖത്തിന്റെ സമയമുണ്ട്, വിലാപത്തിന്റെ സമയമുണ്ട്, കഷ്ടതയുടെ സമയമുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. മനുഷ്യൻ പറയുന്ന ഒരു വാക്കും നിന്റെ ഹൃദയത്തിന്റെ ഒരിടത്തും എത്താത്ത ചില സമയങ്ങളുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് നീ പറയുന്ന സമയങ്ങളുണ്ട്. ആരും എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറയുന്ന ചില സമയങ്ങളുണ്ട്. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. ആരും എന്നോടൊന്നും മിണ്ടണ്ട, എന്നൊന്ന് വെറുതെ വിട്. നിന്നെ ആശ്വസിപ്പിക്കും. നീ അടച്ചിട്ട മുറിയിൽ രാത്രിയിൽ കണ്ണീര് വറ്റിപ്പോകുന്ന വിധം കരഞ്ഞ് 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 തളർന്ന്, ചിലപ്പോ ഇനി മതി, ഇനി അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ചില സമയങ്ങളുണ്ട്. നിന്നെ ആരാശ്വസിപ്പിക്കാം? വേദനിച്ച് വേദനിച്ച് മനസ്സിന്റെ നില വിട്ടുപോകുന്ന, മനോനില വിട്ടുപോകുന്ന ചില സമയങ്ങളുണ്ട്. നിന്നെ ആരാശ്വസിപ്പിക്കും? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ ആശ്വാസദായകനാണ് എന്നാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:16. യോഹന്നാന്റെ സുവിശേഷം 14:16 പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും, യോഹന്നാൻ 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കൈയടിച്ച്. നിങ്ങളോട് കൂടെ ആയിരിക്കാൻ, എ കൺസോളർ, ഒരു സഹായകൻ. സഹായകൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ കൺസോളർ എന്ന് പറയുന്ന ഒരു വാക്കുകൂടെ ഉണ്ട്. സഹായകൻ, കൂടെയായിരിക്കുന്നവൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടക്കാം.